ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വ്ളോഗ് കംപ്ലീറ്റ്ലി മോൺട്രിയലിലേക്കുള്ള ജേണിയാണ്. അന്ന് ഞങ്ങൾ സ്നോ വാലിയിലേക്ക് പോയ സെയിം ടീം ഓഫ് പീപ്പിൾ തന്നെയാണ് ഇന്ന് മോൺട്രിയലിലേക്കും പോകുന്നത്. സെയിം 2 കാറിലായിട്ടാണ് യാത്ര. പക്ഷേ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അന്നത്തത് 1 ഡേ ട്രിപ്പായിരുന്നു. ഇന്നതൊരു 1 ഡേ സ്റ്റേ ഉണ്ട്. അപ്പോൾ ഒരു 2 ഡേ ട്രിപ്പായിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പുലർച്ചയ്ക്ക് 3 മണിക്ക് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. റോഷ്നീനെയും ജോക്സിനെയും ഞങ്ങൾ പിക്ക് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ആര്യയുടെയും അക്ഷയുടെയും വീട്ടിലോട്ടേക്കാണ് പോയത്. അവിടെ ഓൾറെഡി ജിൻസും സാൻഡ്രയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അക്ഷയുടെയും ആര്യയുടെയും പെറ്റാണ് ബിങ്കോ. അപ്പം ഞങ്ങളെല്ലാവരും അവിടെ എത്തി. പിന്നെ അവിടെ ആര്യപ്പത്തേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കോഫിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ പുലർച്ചയ്ക്ക് 3 മണിക്ക് തുടങ്ങുന്ന യാത്രയാണ്. ഞങ്ങളവിടെ എത്തി. ബിങ്കോ ആയിട്ട് എല്ലാവരും ഒന്ന് സെറ്റായി. കാരണം ആദ്യമായിട്ടാണ് ബിങ്കോനെ എല്ലാവരും കാണുന്നത് തന്നെ. അപ്പം ഒരു 2 ദിവസത്തെ ജേർണിയുള്ള കംപ്ലീറ്റ് ബിങ്കോ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പം ഒന്ന് സെറ്റാക്കണമല്ലോ. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആകാശമൊക്കെ കാണാൻ വേണ്ടിയിട്ടൊരു പ്രത്യേകതരം ഭംഗിയായിരുന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മേ ബി ആ സൺറൈസ് ഇങ്ങനെ ആവാനായതുകൊണ്ടായിരിക്കും. കാരണം ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചിറങ്ങുമ്പോഴേക്കൊരു 5 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ജേണി. ഞങ്ങളൊരു 9:30 ആണ് കാണിച്ചത് മോൺട്രിയൽ എത്തുന്ന ടൈമിങ്. പക്ഷേ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഈ ഓൺ റൂട്ടിലൊക്കെ നിർത്തി അങ്ങനെ തുടങ്ങിയത് കൊണ്ട് ഇച്ചിരി കൂടി ലേറ്റ്. ഞങ്ങളൊരു 11-12 മണി കഴിഞ്ഞപ്പോഴാണ് മോൺട്രിയൽ എത്തിയത്. അപ്പം ഞങ്ങൾ ആസ് യൂഷ്വൽ കഴിഞ്ഞ തവണത്തെ പോലെ ഓൺ റോഡിൽ നിർത്തി. റോഷ്നി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം റാപ്പൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൺ റോഡിൽ എത്തി. അവിടെ നിന്ന് ടിമ്മെന്നൊരു കാപ്പിയൊക്കെ മേടിച്ച് കുടിച്ച് അതിൻ്റെ കൂടെ ഈ റാപ്പൊക്കെ കഴിച്ചൊന്ന് സെറ്റായി. അതിന് ശേഷമാണ് ഞങ്ങൾ ജേണി വീണ്ടും കണ്ടിന്യൂ ചെയ്തത്. അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ മോൺട്രിയൽ എത്തുന്നതിന് റൂട്ടൊക്കെ അതിൻ്റെ ഇടയിൽ കൂടി ഒന്ന് മാറ്റുകയൊക്കെ ചെയ്തു. ഞങ്ങളൊന്ന് കൺട്രി സൈഡ് വഴിയൊക്കെ പോയി. കാരണം അവിടെ കൺട്രി സൈഡ് ഇച്ചിരി കൂടി കാഴ്ചകളൊക്കെ നല്ലത് കാണാനുണ്ടാവും എന്നുള്ളൊരിതിൽ അത് അങ്ങനെ റൂട്ടൊന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്തായിരുന്നു. അന്ന് ഞങ്ങൾ പോകുന്ന ദിവസം കാലാവസ്ഥയൊക്കെ കുറച്ച് നല്ലതായിരുന്നു. അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അത്ര വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ കൺട്രി സൈഡ് പോകുമ്പോൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇതുപോലത്തെ ഹോഴ്സസിനെയൊക്കെ കാണുന്നുണ്ടായിരുന്നു. അതുപോലെ അവിടെ ഒരു ലേക്കിൻ്റെ ഒരു സൈഡ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഒന്ന് നിർത്തി ചുമ്മാ ഒന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്ത് ചില്ല് ചെയ്തിട്ടാണ് പിന്നെ വീണ്ടും ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഏകദേശം ഒരു 12 മണി ആയായിരുന്നു മോൺട്രിയൽ എത്തിയപ്പോഴേക്കും. ഞങ്ങൾ അവിടെ ഒരു എയർബിഎൻബി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെക്കിങ് ടൈം 2:30 ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ 12 മണിക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഞങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കിയായിരുന്നു എവിടെയൊക്കെ കറങ്ങാൻ പോകണം എന്നൊക്കെ. പക്ഷേ ലിസ്റ്റ് ചെയ്ത പോലെ എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഏതായാലും 2:30 ചെക്ക് ഇൻ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ആ ലിസ്റ്റിൽ ഞങ്ങൾ ആദ്യം നോട്ട് ചെയ്ത് വെച്ചേക്കുന്ന മൗണ്ട് റോയൽ പാർക്കിലേക്ക് ആദ്യം പോയത്. അവിടെ ഇതുപോലെ കുറേ ആർട്ട് വർക്ക്സൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് ലേക്കും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ലേക്ക് ആക്ച്വലി ഫ്രീസായിട്ട് കിടക്കുമായിരുന്നു. മേ ബി വിൻ്ററിൻ്റെ ടൈമിൽ ഫ്രീസ് ആയതായിരിക്കണം. പക്ഷേ ഇതുവരെ അത് ഒരു പ്രോപ്പർ ലേക്കിൻ്റെ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ ഒന്ന് മൊത്തത്തിലൊന്ന് ചുറ്റി കറങ്ങി കണ്ടു. അപ്പം ബിങ്കോനും അതൊരു ഇച്ചിരി ഇതായിരുന്നു. കാരണം കുറേ ടൈം കാറിലിങ്ങനെ ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ കാറിൽ തന്നെ ഇരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞങ്ങൾ പാർക്ക് തന്നെ ഫസ്റ്റ് ചൂസ് ചെയ്തത്. അപ്പം ബിങ്കോന് ഇച്ചിരി ഓടിക്കളിക്കാനൊക്കെ ഒരു സുഖം ഉണ്ടാവുമായിരുന്നല്ലോ. എൻ്റെ കിട്ടിയവനും ജോക്സിനും അക്ഷയൊക്കെ കിടന്ന് ഇതുപോലെ പാർക്കിൽ പിള്ളേർക്കൊക്കെ കളിക്കാനുള്ള സാധനങ്ങൾ അതിലൊക്കെ കയറിയും കളിച്ചു. ഞങ്ങളും കൂടെയായിരുന്നു. അങ്ങനെ അതൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് അവിടെ നിന്നൊക്കെ ചെയ്തു. ഈ വീഡിയോയിൽ കാണുന്ന പോലെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇതും ഇതുപോലത്തെ നമ്മുടെ സ്ലൈഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് അങ്ങനെ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ടേക്ക് പോയത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഇരുന്നപ്പോൾ തന്നെ ഒരു നല്ല കറക്കമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നാമത് 3 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. പ്രോപ്പറായിട്ട് ഉറക്കമില്ല. അതോടെ എനിക്ക് കുറേ നേരമൊന്നും അതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ആകെ ജസ്റ്റ് ഇവരുടെയൊക്കെ ആവേശം കണ്ടപ്പോൾ ഞാനൊന്ന് ചാടിക്കയറി അതിൻ്റെ അകത്ത് ഇരുന്ന് നോക്കിയതേ ഉള്ളൂ. അപ്പോൾ തന്നെ എനിക്ക് തലയൊക്കെ കറങ്ങാൻ തുടങ്ങിയായിരുന്നു. പിന്നത്തെ ഇതുപോലത്തെ ഒക്കെ കുറച്ച്
കോപ്രായങ്ങളൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായത്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ പോകുന്നിടത്തുനിന്നൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കണമല്ലോ. അപ്പോൾ ഈ ഫോട്ടോ പോസിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ ഓരോ സ്ഥലത്ത് നിൽക്കുക, ഒരു സ്ഥലത്ത് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. 2:30ക്കുള്ള ചെക്കിങ്ങിന് ഏകദേശം ഞങ്ങൾ 2 മണി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് വിട്ടായിരുന്നു. ഞങ്ങൾ നേരെ വീട്ടിലോട്ടേക്ക് എയർബിഎൻബി ബുക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോവായിരുന്നു. പോകുന്ന വഴിക്കാണ് ഈ ഒരു ബ്രിഡ്ജ് ഉള്ളത്. ഈ ബ്രിഡ്ജ് ശരിക്കും ലൈറ്റൊക്കെ ഉണ്ട്, ലൈറ്റ് എഫക്റ്റ് ഒക്കെ ഉണ്ട് ശരിക്കും അതിന്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ് ആ ലൈറ്റ് എഫക്റ്റ് കാണാത്തത്. അപ്പം ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് വൈകുന്നേരം തിരിച്ച് വരുന്നതുണ്ട്. ഈ വ്ളോഗിൻ്റെ ലാസ്റ്റിലോട്ടായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ടൈമിൽ ഇതിൻ്റെ ഈ ബ്രിഡ്ജിന് ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല രസമായിരുന്നു. അത് ഇതിൻ്റെ വീഡിയോയിൽ ഉണ്ടാകും. അപ്പം ഞങ്ങൾ നേരെ അങ്ങനെ പോയി വീട്ടിലെത്തി. ട്രിപ്പ് പ്ലാൻ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഗേൾസായിരുന്നു കൂടുതൽ ഈ വീട് തപ്പാൻ വേണ്ടിയിട്ട് ഇരുന്നത്. എയർബിഎൻബി സെർച്ച് ചെയ്ത് അഫോർഡബിളി പറ്റുന്നതും സൗകര്യങ്ങളുള്ളതൊക്കെ നോക്കിയെടുത്തു. അപ്പം ഞങ്ങൾ ഈ അടുത്ത് എയർബിഎൻബിയിൽ 4 പ്രൈവറ്റ് റൂംസ് ആയിട്ട് തന്നെ ഇട്ടായിരുന്നു. പിന്നെ താഴെ മുകളിലായിട്ട് 2 ബാത്റൂമും ഉണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം നല്ല നല്ല വീടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് മാത്രമല്ല ഞങ്ങളെല്ലാവർക്കും ആ വീടങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്രയും നല്ലൊരു രസമുണ്ട്. പക്ഷേ ഞങ്ങൾ അധികം നേരം വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല. ഞങ്ങൾ ഇത് സ്ഥലം കാണണം എന്നുള്ള ഇതിൽ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ഇച്ചിരി നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ നേരത്തെ കാണിച്ച ബ്രിഡ്ജ് അവിടെ കാണുന്നത്. അപ്പോൾ ഞങ്ങളിപ്പം നേരെ പോയത് അവിടെയുള്ളൊരു ജൈൻറ്റ് വീലാണ്. അതിൻ്റെ പേര് എനിക്കൊന്ന് ഫെറീസ് വീൽ എന്നാണ് പറയുന്നത്. ആ പ്ലേസിൻ്റെ പേര് ലാ ഗ്രാൻഡെ റോഡേ. പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോയെന്ന് എനിക്കറിയാൻ പാടില്ല. ഫ്രഞ്ചിൻ്റെ പ്രൊനൗൺസിയേഷനിൽ ഞാൻ അത്ര വലിയ മിടുക്കിയൊന്നുമല്ല. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു പേര് എന്നാണ് എനിക്ക് ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. അത് എത്രത്തോളം പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞങ്ങൾ നേരെ അവിടേക്കാണ് പോയത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ഏകദേശം ആ ജൈൻറ്റ് വീൽ കാണാൻ വേണ്ടി പറ്റുമായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ഇതുപോലത്തെ കുറേ ബിൽഡിങ്സൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിയാണ്. ഒരു ഫ്രഞ്ച് കോളനിയാണ് ശരിക്കും മോൺട്രിയൽ എന്ന് പറഞ്ഞത്. അപ്പം അതിൻ്റെ ഒരു ബ്യൂട്ടി മോൺട്രിയലിൽ മൊത്തത്തിൽ ഉണ്ട്. അപ്പം ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ആ ജൈൻറ്റ് വീലിൻ്റെ അടുത്തേക്ക് നടന്നു പോകുമായിരുന്നു. അപ്പം ആക്ച്വലി ജൈൻറ്റ് വീലിനോട് ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ ജസ്റ്റ് കാണാൻ വേണ്ടി മാത്രമേ പോയുള്ളൂ. അതിൻ്റെ അകത്ത് കയറാനുള്ള ആ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കയറിയതുമില്ല. ജസ്റ്റ് അവിടെ പോയി അതിൻ്റെ താഴേക്ക് നിന്നിങ്ങനെ ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്ത് ചുമ്മാ ഒരു ഈവനിങ് വാക്ക് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ആ ഒരു ഏരിയ ഒന്ന് കവർ ചെയ്തത്. കാരണം ഏകദേശം അങ്ങനെയൊക്കെ കഴിയുമ്പോൾ ഒന്നാമത് ഞങ്ങൾ പൊലച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണോ എന്നറിയത്തില്ല. പിന്നെ കാര്യമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കുകയും ചെയ്യാത്തതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാവരും നല്ലതുപോലെ ടയേർഡാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയൊരു സമയം ഒരു 4 മണി കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തിയത്. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് തിരിച്ച് വീണ്ടും ഞങ്ങൾ ആ ഒരു സ്ട്രീറ്റ് മൊത്തത്തിൽ നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഈ ജൈൻറ്റ് വീലിന് ചുറ്റുമുള്ള ലൈറ്റ് ശരിക്കും വിസിബിൾ ആവാൻ തുടങ്ങി. അതുവരെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ ക്യാമറയിൽ അല്ലെ ആ സൺസെറ്റൊക്കെ കുറച്ചും കൂടി വന്നതിന് ശേഷമാണ് ഞങ്ങൾ അതിൻ്റെ ആ ഒരു ബ്യൂട്ടി ശരിക്കും കാണാൻ തുടങ്ങിയത്. അപ്പോൾ ഇതുപോലെ സ്ട്രീറ്റ് നിറച്ചും ലൈറ്റ് ഇട്ടിട്ടും പക്ഷേ ആ ബിൽഡിങ്ങൊക്കെ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി. കാരണം അത്രയും ബ്യൂട്ടിഫുള്ളാണ് ആ ബിൽഡിങ്ങിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആ ജൈൻറ്റ് വീലിന് ലൈറ്റൊക്കെ ഇട്ട്. പിന്നെ ഇതും ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ബ്രിഡ്ജിന് ലൈറ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് അവിടുത്തെ ആ വോക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ നേരെ രാത്രി ഏകദേശം ഒരു 8:30 കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ആ ബ്രിഡ്ജിലേക്ക് കൂടി വരുമ്പോൾ ഈ ലൈറ്റിൻ്റെ വ്യൂ, പക്ഷേ ഞാൻ ക്യാമറയിൽ എടുക്കുമ്പോൾ എത്രത്തോളം വരുന്നതല്ല, കാരണം അങ്ങനെ വരുന്ന വണ്ടികളുടെ വെളിച്ചം അതൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് അതിനടുത്തുള്ള സ്വാദ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫുഡ് ഓർഡർ ചെയ്യാൻ പോയിട്ട് അത് കോമഡി ആയിരുന്നു ആക്ച്വലി. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കിട്ടി. പക്ഷേ ബില്ല് വന്നപ്പോൾ എക്സ്ട്രാ പൈസ എടുത്തൊരു ഇതായിരുന്നു അതിൻ്റെ അകത്ത് കണ്ടത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ സംസാരിച്ച് അതൊക്കെ ഒന്ന് ഓക്കെ ആക്കി ആ പൈസ തിരിച്ച് മേടിക്കും. അങ്ങനെ കുറേ സീനൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ ലേറ്റായിട്ടാണ് വീട്ടിലെത്തുകയും ചെയ്തത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തി. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പക്ഷേ ഫുഡ് അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ അടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ കാർഡ്സ് കളിക്കലായി. അതിങ്ങനെ എനിക്കത് ആദ്യം കളിക്കാൻ അറിയത്തില്ലായിരുന്നു. പിന്നെ പഠിപ്പിച്ച് തന്ന് എൻ്റെ കെട്ടിയോനൊരു ഭാഗത്തുനിന്ന് വരുന്ന ജോക്സനായിരുന്നു എനിക്ക് കൂടുതൽ പ്രചോദനം തന്നുകൊണ്ട് അതിൻ്റെ പഠിപ്പിച്ചെടുത്ത്. പിന്നെ ഇതൊരു ആവേശമായിരുന്നു. ഞങ്ങളതിങ്ങനെ എല്ലാവരും കൂടി കളിച്ച് രാത്രി എനിക്കൊന്ന് വീണ്ടും ഞങ്ങൾ കിടക്കാൻ തന്നെ വീണ്ടും 2:30 മറ്റേ ആയിരുന്നു. ഓൾറെഡി ഒന്നാമത് ഡ്രൈവ് ചെയ്ത് തന്ന ക്ഷീണം എല്ലാവർക്കും, വണ്ടി ഓടിച്ചവർക്ക് ക്ഷീണമുണ്ട്, ഞങ്ങൾക്ക് ക്ഷീണമുണ്ട്. പക്ഷേ ഇതിങ്ങനെ വർത്തമാനം പറഞ്ഞ് ഈ കാർഡ്സ് കളിച്ചിട്ട് സമയം പോയത് അറിഞ്ഞില്ല.
അപ്പോൾ അങ്ങനെയായിരുന്നു ആ ഒരു ദിവസം. അങ്ങനെ അങ്ങ് തീർന്നു. പിറ്റേന്ന് രാവിലെ എണീച്ച് ഏകദേശം എന്ത് ചെയ്യണമെന്ന് അപ്പോൾ ഞങ്ങൾ തലേന്ന് അവിടുന്ന് തന്നെ വാൾമാർട്ടിന്ന് ഇൻഡോമി നൂഡിൽസൊക്കെ മേടിച്ചായിരുന്നു. പിന്നെ ഓൾറെഡി രാത്രി മേടിച്ച ബിരിയാണിയിൽ കുറേ ബിരിയാണി ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ലേഡീസ് ആസ് യൂഷ്വൽ നേരത്തെ എണീച്ച് ഫസ്റ്റ് പിന്നെ കെട്ടിയന്മാരെയൊക്കെ കുത്തിപ്പൊക്കി എണീപ്പിക്കുക എന്നുള്ള ടാസ്ക്കായിരുന്നു. അതിനിടയിൽ ഞങ്ങൾ ഇൻഡോമിയൊക്കെ റെഡിയാക്കി കെട്ടിയന്മാരൊക്കെ പതിയെ എണീച്ചൊക്കെ വന്ന് അതൊക്കെ സെറ്റായിട്ടിരുന്നു. കാരണം ഞങ്ങൾക്ക് 11 മണിക്ക് ചെക്കൗട്ട് ചെയ്യാനായിരുന്നു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ സെറ്റ് ചെയ്ത് അതിനുശേഷം എല്ലാവരും റെഡി ആവാൻ പോയി. റെഡിയായി 11 മണിക്ക് ചെക്കൗട്ട് ആകുമ്പോഴേക്കും എല്ലാവരും റെഡി ആയിട്ട് വന്നു. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നുള്ളതായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം രാവിലെ നല്ലപോലെ മഞ്ഞുണ്ടായിരുന്നു. മഞ്ഞും മഴയും കൂടിയിട്ടുള്ളൊരു കാലാവസ്ഥയായിരുന്നു. അതിനെന്ത് വിളിക്കണം എന്നറിഞ്ഞുകൂടാ. പക്ഷേ ഞങ്ങൾ നോക്കിയപ്പോൾ മഞ്ഞുണ്ടാകുമെന്ന് കണ്ടായിരുന്നു. പക്ഷെ അത് രാവിലെ തീരുമെന്നാണ് കണ്ടത്. പക്ഷേ അത് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. മഞ്ഞും മഴയായിട്ട് ആ ഒരു കാലാവസ്ഥയിലാണ് പോയത്. പക്ഷേ കമ്പാരിറ്റീവ്ലി തണുപ്പ് കുറവായിരുന്നു. പക്ഷേ ഇങ്ങനെ മഞ്ഞ് പെയ്യുന്നതുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളിപ്പം നേരെ പോകുന്നത് ഒരു പള്ളിയിലേക്കാണ്. പള്ളിയുടെ പേര് സെൻറ്റ് ജോസഫ് ഒറട്ടറി ഓഫ് മൗണ്ട് റോയൽ എന്നാണ്. അപ്പം ആ പള്ളി എനിക്ക് തോന്നുന്നു, എനിക്ക് വായിച്ചതിൽ എനിക്ക് മനസ്സിലായത് കാനഡയിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണത്. അതുപോലെ അതിൻ്റെ ഡോം 97 മീറ്റർ അടിയോളം ഉയരത്തിലുള്ളതാണ്. അപ്പം ഞങ്ങൾ ആക്ച്വലി അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പം ശരിക്കും അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഡിഫറെൻ്റാണ്. ഞങ്ങൾ ഫ്രണ്ട് വഴിയല്ല പോയത്. അപ്പം ഞങ്ങൾ റൂട്ട് ഇങ്ങനെ മാപ്പ് വെച്ച് പോയപ്പോൾ ഞങ്ങൾ എത്തിയത് അതിൻ്റെ സൈഡ് റൂട്ടിലായതുകൊണ്ടും ഞങ്ങൾ പിന്നെ അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ളത് നമ്മൾ നോക്കണമല്ലോ. അപ്പം വണ്ടി പാർക്ക് ചെയ്യാൻ ഞങ്ങൾ സൈഡിലേക്ക് കൂടി ഈ കാണുന്ന ഈ സൈഡ് പാത്തിലേക്ക് കൂടിയാണ് പോയത്. അപ്പം ഞങ്ങൾ പിന്നെ മുകളിലോട്ട് പോയതിന് ശേഷമാണ് അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള വ്യൂ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ പള്ളീൻ്റെ അകത്തോട്ടേക്ക് പോയി. പള്ളിയുടെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അത്രയും വലിയ അങ്ങനൊരു പള്ളി ഞാൻ കണ്ടിട്ടില്ല. ഇതേപോലെ ഞങ്ങൾ വേറൊരു പള്ളിയിലും പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു പള്ളിയുടെയും ആർക്കിടെക്ചർ ഭയങ്കരമായിട്ട് അത് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിന് എത്രത്തോളം സമയം ഉണ്ടാവും എന്നുള്ളത് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിച്ചായിരുന്നു. ഭയങ്കര പീസ്ഫുള്ളായിരുന്നു അതിൻ്റെ ഉള്ളിൽ പോയിരുന്നു കുറേ നേരം ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളെല്ലാവരും അതിൻ്റെ അകത്ത് പോയി കുറേ നേരം ഇരുന്നിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 8 നിലയിലായിട്ടാണ് ഈ ഒരു ചേർച്ച് ബിൽഡ് ചെയ്തേക്കുന്നത്. ഇപ്പം അതിൻ്റെ ഫസ്റ്റ് ലെവലും ഇങ്ങനെ ഇതുപോലെ ഇൻഫർമേഷൻ സെൻറ്റർ, ഗിഫ്റ്റ് ഷോപ്സ്, പിന്നെ അതിൻ്റെ സെക്കൻഡ് തേർഡ് ലെവലൊക്കെ മ്യൂസിയംസ് അങ്ങനെയൊക്കെയുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങിയ ശേഷം ഞങ്ങൾ നേരെ ഈ ഗിഫ്റ്റ് ഷോപ്പിലേക്കാണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ അവിടെ നിന്ന് സാൻഡ്രയും റോഷനൊക്കെ കൂടിയിട്ട് ഈ കുറച്ചിങ്ങനെ രൂപങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മേടിച്ചു. ഞാനവിടെ നിന്ന് മറ്റേ മോൺട്രിയലിന് എഴുതിയൊരു മാഗ്നറ്റായിരുന്നു മേടിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾ ഇതിൻ്റെ ഫ്രണ്ട് നിന്ന് കയറി വരുന്ന ശരിക്കുള്ള ഇത് കണ്ടത് ഈ ഗിഫ്റ്റ് ഷോപ്പിൻ്റെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ്. അവിടെയുള്ളൊരു ആർട്ട് വർക്കാണ് ഇത്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഫ്ലോറിൽ നിന്ന് നമുക്ക് നിന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫുൾ മോൺട്രിയൽ കാണുന്നൊരു വ്യൂ ഉണ്ടാകും. അപ്പോൾ ഞങ്ങൾ അന്നേരമാണ് ശരിക്കും ആ ഫ്രണ്ടിൽ നിന്ന് കയറി വരുന്ന ആ പള്ളിയുടെ, കാരണം 8 നിലയുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഫ്രണ്ടിലുള്ള വ്യൂ ഇതാണ് വരുന്നത്. അപ്പോൾ അത്രയും സ്റ്റെപ്പ് കയറിയിട്ട് നമുക്ക് ഈ ചേർച്ചിലോട്ടേക്ക് കയറി. പക്ഷെ ഞങ്ങൾ സൈഡ് വേ വഴി വന്നതുകൊണ്ടാണ് നമുക്ക് ഈ വ്യൂ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഈ സൈഡിൽ നിന്ന് വന്നതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ഇതിൻ്റെ ടോപ്പിൽ നിന്ന് കാണാൻ ഭയങ്കര രസമായിരുന്നു. കാരണം ഫുൾ മോൺട്രിയൽ സിറ്റി കാണുന്ന ഒരു ഇതുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്നും നിന്ന്, കാരണം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ലതുപോലെ മഞ്ഞ് പെയ്യാൻ തുടങ്ങി, കൂടുതലാവാൻ തുടങ്ങി. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പതിയെ ഇറങ്ങി. അങ്ങനെ ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ടേക്കുള്ള യാത്രയായി. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒന്ന് ടിമ്മിലൊക്കെ നിർത്തി ടിമ്മിൽ നിന്ന് ചായയൊക്കെ മേടിച്ചു കൊടുത്തു. പിന്നെ മോൺട്രിയലിൽ ഫ്രഞ്ച് ആണ് അവരുടെ ലാംഗ്വേജ്. അവിടെ ഇംഗ്ലീഷ് പോലും സംസാരിക്കുന്നത് ഭയങ്കര റെയറായിരിക്കും. ഏത് ഷോപ്പിൽ കയറിയാലും ഫ്രഞ്ച് മാത്രമേ അവർ സംസാരിക്കത്തുള്ളൂ. അപ്പം ഞാനിങ്ങനെ എൻ്റെ കെട്ടിയവനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ആഫ്രിക്കയിലൊക്കെ പോയിട്ടുള്ളതുകൊണ്ടും ഇച്ചിരി ഫ്രഞ്ച് അറിയുന്നതുകൊണ്ടും ഞങ്ങൾ മാക്സിമം ട്രോളിയായിരുന്നു. പോയി ഫ്രഞ്ചിലൊക്കെ സംസാരിച്ചുകൊണ്ട് ടിമ്മിൽ നിന്ന് ചായയൊക്കെ മേടിച്ചുകൊണ്ട് വരണം എന്നൊക്കെ. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ കാറിലിരിക്കുമായിരുന്നു. ആർജുവും ജോക്സനും കൂടിയൊക്കെയാണ് പോയിട്ട് മേടിച്ചുകൊണ്ട് വന്നത്. അപ്പം അവിടെ അവർ ഇംഗ്ലീഷ് പറഞ്ഞായിരുന്നു പറഞ്ഞു. അപ്പം അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പോയി. അപ്പം ആക്ച്വലി ഈ പോകുന്ന പള്ളി ഞാൻ ഈ മോൺട്രിയൽ ട്രിപ്പ് തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ആ പള്ളി കാണണം എന്നുള്ളത്. കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് അതിൻ്റെ റീല് കണ്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കാണണം എന്ന് കൊതിച്ചുകൊണ്ടിരുന്ന ആ ഒരു പള്ളിയിലോട്ടേക്കാണ് ഈ യാത്ര. അപ്പോൾ പള്ളിയുടെ പേര്
നോട്രഡാം ബസിലിക്ക എന്ന ആ പള്ളിയുടെ പേര്. അപ്പോൾ അതിൽ ഭയങ്കര ഒരുപാട് റീൽസ്, എനിക്കൊന്ന് ഈ വീഡിയോ കാണുന്നതിൽ കുറേ പേര് കാനഡയിലുള്ളവരൊക്കെ ആണെങ്കിൽ റീൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പള്ളിയിൽ 200 വർഷം പഴക്കമുള്ള പള്ളി. അപ്പോൾ അതിൻ്റെ ഒരു റിനോവേഷനും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ടാണ് ആ ഒരു സൈഡിൽ ഇങ്ങനെ കവർ ചെയ്തിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു എക്സാക്റ്റ് ബ്യൂട്ടി എൻട്രൻസ് ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ അവിടത്തേക്ക് പോയി അതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് $16 ഈ റേറ്റ്. ടിക്കറ്റ് ഉണ്ട്. ഞങ്ങൾ നേരെ ചെന്നു, ടിക്കറ്റ് എടുത്തു, അകത്തോട്ട് കയറി ഇങ്ങനെ ഈ ഒരു നടുക്ക് വന്ന് നിന്നിട്ട് അതിങ്ങനെ കാണുമ്പോഴുള്ള ഒരു ബ്യൂട്ടി അത് ഭയങ്കരമായിരുന്നു. അത് ശരിക്കും പേഴ്സണലി നേരിട്ട് പോയിട്ട് കാണേണ്ടതാണ്. അത് കാണുമ്പോഴേ ആ ഒരു ഫീല് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അവിടെ ആക്ച്വലി എന്തോ എനിക്കൊന്ന് ഇത് പ്രോഗ്രാമിൻ്റെ റിഹേഴ്സൽ എന്തോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവർ ബ്രേക്ക് എടുക്കുന്നവർ പോലെ. പിന്നെ കുറേ ക്യാമറയൊക്കെ വെച്ചിട്ട് ഷൂട്ടിങ് കഴിഞ്ഞതാണെന്നല്ല, കാരണം ഈ പള്ളിയിൽ ഒരു ഔറ എന്ന് പറഞ്ഞിട്ടൊരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട്. ഇനി മേ ബി അതിന് വേണ്ടി സെറ്റ് ചെയ്യുന്നതാണോ എന്നറിയത്തില്ല. അതിന് എനിക്കൊന്ന് $35 ഉണ്ട് ആ ഒരു ഷോ കാണാൻ വേണ്ടിയിട്ട്, ഈ ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അത് കാണാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ടിക്കറ്റ് എടുത്തില്ല. ഞങ്ങൾ ശരിക്കും ഈ ഇത് ചേർച്ച് കാണാൻ വേണ്ടി മാത്രമുള്ളത് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓരോ വർക്കും അതിൻ്റെ ഒരു വുഡും ഈ ഒരു ബ്ലൂ കളർ സീലിങ്, വിൻഡോ, അതിൻ്റെ ഒരു ക്രാഫ്റ്റ്, ആ ഒരു കോണിപ്പടിയൊക്കെ ഇങ്ങനെ അതിൻ്റെയൊക്കെ ബ്യൂട്ടി ഭയങ്കരമായിരുന്നു. അപ്പം എനിക്ക് അറിയില്ല, അവിടെ ഇങ്ങനെ ആ ഒരു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മളിങ്ങനെ ഇത് ആസ്വദിച്ചുകൊണ്ട് ഇടയിൽ ഇങ്ങനെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു മ്യൂസിക്കും കൂടി ആകുമ്പോഴേ ഭയങ്കരമായിട്ടൊരു റിലാക്സ്ഡ് ഫീലിങ്ങോ ഒരു ഭയങ്കര ഒരു സമാധാനം, ഒരു പീസായിട്ടുള്ളൊരു മൈൻഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ഓരോ വർക്കും ഇങ്ങനെ കാണുമ്പോഴതിങ്ങനെ അതിൻ്റെ അത്രയും ഒരു മൈന്യൂട്ടായിട്ടുള്ള വർക്ക്സ് പോലും ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് ചെയ്തിട്ട് കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സെക്കൻഡ് ഡേ പരിപാടികൾ ഏകദേശം കംപ്ലീറ്റ് ആയിരുന്നു. കാരണം ഞങ്ങൾ 2 ഡേയ്സ് ട്രിപ്പായിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഈ 2 പള്ളികൾ കണ്ട് തീരാൻ തന്നെ ഏകദേശം ഒരു ടൈം എടുത്തായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ അവിടെ ഷാസ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, അവിടത്തേക്കാണ് പോയത്. അപ്പോൾ ഏകദേശം രാവിലെ ഇൻഡോമിയൊക്കെ കഴിച്ചിറങ്ങിയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. റോഷിനി, കല്യാണത്തിനൊക്കെ ക്യാമറ നോക്കിയിട്ട് സംസാരിക്കൂ, നിങ്ങൾ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ. നമ്മൾ കല്യാണത്തിന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ടില്ലേ വീഡിയോ, നീ വന്നു സംസാരിക്കുന്നു. അങ്ങനെ എല്ലാവരും വെറൈറ്റീസ് ഓഫ് മന്തിയാണ് ഓർഡർ ചെയ്തത്. അൽഫാം മന്തി എന്തൊക്കെയോ പേരുണ്ടായിരുന്നു, പേരൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. കാരണം ഞാനിത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണല്ലോ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുന്നത്. അപ്പോൾ അങ്ങനെ മന്തിയൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അപ്പോഴത്തേക്ക് തന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളൊരു 7 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് മാപ്പിട്ട് നോക്കിയപ്പോഴേക്കും ഏകദേശം രാത്രി 1 മണിയൊക്കെ ഇവിടെ എത്തുമെന്ന് കണ്ടത്. ഇവിടെ എത്തുമ്പോൾ ഉള്ള വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ പകുതി ആയപ്പോഴേക്കും എന്നെ ഏകദേശം സൈഡായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും ഈ വ്ളോഗ് ഇവിടെ നിർത്തുകയാണ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.